അദ്ദേഹം കയറിയ സമയം മുതൽ ശ്രമിച്ചിട്ട് 12 വർഷം എടുത്തു. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് രണ്ടുപേരും എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്. ജോൺ ബ്രിട്ടാസ് എം പി മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് 850 സീറ്റ് നോക്കി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് സമ്മേളനം ഇനി മൈതാനത്ത് വെച്ച് നടത്തുമോ, ഇനി വേണ്ടി സ്ഥലം എവിടാന്ന്. അല്ല, നിങ്ങൾ പുതിയ പാർലമെന്റ് മന്ദിരം ശരിക്ക് കണ്ടിട്ടില്ല? അതിനകത്ത് എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാമോ? ലോക്സഭയിൽ മാത്രം ഇരുന്ന് സംസാരിക്കാൻ എം പിമാർക്ക് 888 സീറ്റ് ഉണ്ട്. നിലവിൽ അത്ര എം പിമാരില്ല, പിന്നെ അതിന് അത്രയും പണത്. മൊത്തമായിട്ട് സംയുക്ത സമ്മേളനമൊക്കെ നടക്കുമ്പോൾ 1275 പേർക്ക് ആ പാർലമെന്റ് ഹാളിൽ കൂടാം. അതിനുള്ള എല്ലാ സൗകര്യവും അവര് വെച്ചിട്ടാണ് അവിടെ പണിതിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. BJP ഒരു കാര്യം ചുമ്മാ കൊണ്ടുവരില്ല. നിങ്ങളെപ്പോലെ വെറുതെ പ്രകടന പത്രിക അങ്ങ് പ്രസ്സിൽ പോയി കഴിഞ്ഞ വർഷത്തെ അങ്ങ് കോപ്പി അടിച്ച് ഇപ്പോഴും അങ്ങ് ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങ് വിതരണം ചെയ്യുക. അങ്ങനല്ല അവര്. അവരുടെ പ്രകടന പത്രികയിൽ അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള രാമക്ഷേത്രം അടക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ ബില്ല് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി ഡീലിമിറ്റേഷൻ വരും. മര്യാദയ്ക്ക് സീറ്റ് വർധനവ് പറഞ്ഞപ്പോൾ 850 സീറ്റ് മേടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഉള്ള പ്രാതിനിധ്യം പോയി കഴിഞ്ഞു. പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മോദി സർക്കാർ ആദ്യമായി പരാജയത്തിന്റെ രുചി അറിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആഘോഷപരമായിട്ടുള്ള ഒരു പരസ്യവാചകമാണ് ഞാൻ ഈ പറഞ്ഞത്. മോദി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. അതിൽ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ ബില്ല് വോട്ട് ചെയ്യാതെ പരാജയപ്പെടുത്തിയതിലൂടെ ആരാണ് പരാജയപ്പെട്ടത്? നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാൻ പോകുന്നത് അതാണ്. ശാരീരികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ചധികം ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയ പല വിഷയങ്ങളും സംസാരിക്കാൻ സാധിക്കാതെ മിസ്സായി പോയിട്ടുണ്ട്. ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം. വനിതാ ബില്ല് വരില്ല എന്നാണോ? വനിതാ ബില്ലിന്റെ കാര്യത്തിൽ മോദിയും ടീമും തോറ്റോ? അല്ല, വനിതാ ബില്ല് ഇന്നലെ തന്നെ പ്രാബല്യത്തിൽ വന്നു. കോൺഗ്രസ് അമ്പരന്നു പോയി എന്നാണ് വാർത്ത. അതെ, അമ്പരക്കും. വനിതാ ബില്ല് ആക്ച്വലി സെപ്റ്റംബറിൽ പാസ്സാക്കിയതാണ്. അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് പ്രാബല്യത്തിൽ വന്നതായി ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. എന്താണ് വനിതാ ബില്ല്? ഇവിടെ ഭരിക്കുന്ന ലോക്സഭ, രാജ്യസഭ, നിയമസഭ എന്നീ ഭരണ സംവിധാനങ്ങളിൽ 33% സ്ത്രീകളെ നിർബന്ധമായും ഉൾപ്പെടുത്തുക, അതായത് സംവരണം നൽകുക എന്നതാണ് വനിതാ ബില്ല്. ഇപ്പൊ നമുക്കറിയാം, ആണുങ്ങളാണ് ഭരിക്കുന്നത്, ആണുങ്ങളാണ് തീരുമാനിക്കുന്നത് സ്ത്രീകൾക്ക് എന്ത് വേണം എന്നുവരെ. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ഒന്നും ഇതല്ല അവസ്ഥ. അവിടെ എല്ലാം അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, സ്ത്രീ ഭരിക്കുന്ന ഫിൻലൻഡാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ ലോകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ നാരി ഭരിക്കുന്നിടമൊന്നും നന്നാവില്ല എന്ന വാക്കും വെറും പൊള്ളയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെയും സ്ത്രീകളെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ BJPയുടെ നയമാണ് വനിതാ ബില്ലിന് പിറകിലുള്ളത്. ഇത് നെഹ്റു കണ്ട സ്വപ്നമാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വരരുത്. നെഹ്റു അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മകളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും ഒക്കെ പിടിച്ചിരുത്തുന്ന കാര്യമാണ്, അല്ലാതെ നാട്ടുകാരുടെ കാര്യമൊന്നും ആയിരിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ മുൻപേ ഇവിടെ വരേണ്ടതല്ലേ? നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും 33% സ്ത്രീകൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മാറ്റമാണ് ഇവിടെ ഉണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം, ഓൾറെഡി മത്സരിക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗം അവർക്കൊരു സംവരണമുണ്ട്. അവർക്ക് നിർബന്ധമായിട്ടും സീറ്റ് കൊടുത്തിരിക്കണം. അതും സ്ത്രീകൾക്ക് കൊടുക്കണം എന്നതാണ് ഈ വനിതാ ബില്ലിലുള്ളത്. അതായത് അവരിലും സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. വനിതാ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം എന്നതാണ്. ഈ ഒരു മാറ്റം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് നമ്മുടെ പ്രതിപക്ഷം. എന്തുകൊണ്ടാണ്? അവർക്ക് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധരായ കുറെ ആളുകളാണ്. അത് കണ്ണും പൂട്ടി നമുക്ക് പറയാം, അല്ലെ? സ്ത്രീകളെ ചാക്കിലടക്കണമെന്ന് വിചാരിക്കുന്ന, സ്ത്രീ പഠിക്കാൻ പാടില്ല, പുറം ലോകം കാണാൻ പാടില്ല, ഭർത്താവിനോടല്ലാതെ മറ്റൊരു വ്യക്തിയോട് മിണ്ടാൻ പാടില്ല, ഒരു രീതിയിലും വളരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് മോദിജിയും ടീമും 33% സ്ത്രീകൾ ഭരിക്കും എന്ന നയവുമായിട്ട് വന്നത്. അതവർക്ക് സഹിക്കോ? സഹിച്ചില്ല. പക്ഷെ അത് എതിർക്കാൻ പറ്റുമോ? എതിർത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾ ഇവർക്ക് ഇനി വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞു? നമുക്ക് അതൊന്നും കുഴപ്പമില്ല, ഡീലിമിറ്റേഷൻ വേണ്ട. എന്താണ് ഡീലിമിറ്റേഷൻ? നമുക്കറിയാം, സെൻസസ് ഒക്കെ എടുത്ത് കാലാകാലങ്ങളിൽ ജനസംഖ്യക്കനുസരിച്ച് മണ്ഡലങ്ങൾ ക്രമീകരിക്കണം, അല്ലെ? അങ്ങനെ ക്രമീകരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത്? ഇപ്പോ നമ്മുടെ ടോട്ടൽ കേരളത്തിന്റെ മാത്രം കാര്യം നോക്കിക്കഴിഞ്ഞാൽ 3.5 crore ആണ് നമ്മുടെ ജനസംഖ്യ. നമുക്ക് ആകെ ലോക്സഭയിലുള്ള MP-മാരുടെ എണ്ണം 20 ആണ് നിലവിൽ. അതായത് 18 ലക്ഷം പേർക്ക് ഒരു MP. ഇത് എത്ര വലിയൊരു അനുവാദമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. MP-നെ ഇപ്പൊ കൂടെ തന്നെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതിന് തദ്ദേശപരമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ഒരു രാജ്യത്തും ഇതുപോലെ ഒരു റേഷ്യോ ഇല്ല. നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് മാറേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. സെൻസസ് എടുത്ത് ആളുകളുടെ ജനസംഖ്യ കൃത്യമായി തിട്ടപ്പെടുത്തിയതിന് ശേഷം നിർബന്ധമായും ഡീലിമിറ്റേഷൻ നടന്നിരിക്കണം എന്ന് ഭരണഘടനാപരമായ വ്യവസ്ഥയുണ്ട്. ഭരണഘടനയുടെ 82-ാം അനുച്ഛേദം പ്രകാരം ഓരോ സെൻസസിന് ശേഷവും പാർലമെന്റ് കൂടി നിയമം പാസാക്കി ഡീലിമിറ്റേഷൻ ചെയ്തിരിക്കണം എന്നുണ്ട്. ഇന്നലെ പറഞ്ഞില്ലേ, മോദിയും ടീമിനെയും തോൽപ്പിച്ചു, ഡീലിമിറ്റേഷൻ ബില്ല് ഞങ്ങൾ പരാജയപ്പെടുത്തി, അതുകൊണ്ട് ഡീലിമിറ്റേഷൻ മോദി വിചാരിക്കുന്നത് പോലെ വരില്ലെന്നാണോ? 2027 സെൻസസ് പൂർത്തിയാകുമെന്ന് നിങ്ങൾക്കറിയാമോ?
2021 പൂർത്തിയാകേണ്ടതായിരുന്നു. കോവിഡ് കാരണം കുറെ ലാഗായി. എന്നാലും 2027 അത് പൂർത്തിയാക്കിയേ തീരും. 2027 അത് പൂർത്തിയാകുമ്പോൾ ഉറപ്പായും ഓട്ടോമാറ്റിക്കലി ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കി ഡീലിമിറ്റേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കണം. അങ്ങനെ ആരംഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ കേരളം ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ പിറകിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഒരു നയം കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ കേരളം അടക്കമുള്ള സൗത്ത് സംസ്ഥാനങ്ങൾ അത് പാലിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആരൊക്കെയാണ് പാലിച്ചത്? നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞ ആരൊക്കെയാണ് പാലിച്ചത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ മലബാർ മേഖലയിൽ മാത്രം പുതിയൊരു ജില്ല തന്നെ വേണം എന്ന രീതിയിൽ കോലാഹലങ്ങൾ നടക്കുന്നത്? അവിടെ എങ്ങനെ ജനസംഖ്യ കൂടി? കർണാടക, തെലുങ്കാന, തമിഴ്നാട് ഇവിടെ ഒക്കെ എടുത്തോ, ഒരു ത്രാസിന്റെ പോലെയാണ്. ഒരു സൈഡ് ഇങ്ങനെ കൂടിയിരിക്കുക. അവിടെ ജനസംഖ്യാ നിയന്ത്രണം ഒന്നും പാലിച്ചിട്ടില്ല. എന്തുകൊണ്ട് പാലിച്ചില്ല? അപ്പൊ കൂടുതൽ വർത്താനം പറയണ്ട. തദ്ദേശപരമായി വിഭജിച്ചപ്പോൾ ജനസംഖ്യ നോക്കിയാണ് കേരളത്തിൽ തന്നെ നോർത്ത് ഭാഗത്തേക്ക് നിങ്ങൾ കൂടുതൽ പാർലമെന്റ് സീറ്റ് കൊടുത്തത്. തെക്കൻ കേരളത്തിൽ സീറ്റുകൾ ഒഴിവാക്കപ്പെട്ടു. അന്നൊന്നും ഈ കരച്ചിലൊന്നും കണ്ടില്ലല്ലോ. ഇത് തന്നെ ഡീലിമിറ്റേഷൻ വരുമ്പോൾ സംഭവിക്കും. ഇന്നലത്തെ ബില്ല് പരാജയപ്പെടുത്തിയതിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിനുള്ളത് 20 MP അത് 14 കുറയും. 14 കുറയും. കാരണം കേരളത്തിന്റെ ജനസംഖ്യ കഴിഞ്ഞ സെൻസസിനെക്കാട്ടിയും കുറവാണിപ്പോൾ. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 89 അല്ലെങ്കിൽ 91 ആ ഒരു റേഷ്യോയിലെത്തും. അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഈ 14-ൽ 33% സ്ത്രീകൾക്ക് കൊടുക്കണം. ഇപ്പൊ നിലവിലിരിക്കുന്ന ആൺ സിംഹങ്ങളൊക്കെ ഇറങ്ങി അങ്ങോട്ട് മാറിയിട്ട് സ്ത്രീകൾക്ക് കൊടുക്കണം. കാരണം വനിതാ ബില്ല് പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് തന്നെ സെൻസസ് കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ ചെയ്യണം. ഡീലിമിറ്റേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള സീറ്റുകളിൽ നിന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ വനിതാ ബില്ല് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് വനിതകൾക്ക് കൊടുത്തിരിക്കണം. ഇതിന് വേറെ അപ്പീലൊന്നുമില്ല. ഇത് മോദി കൊണ്ടുവന്നതല്ല. ഇതിവിടെ ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ 82-ാം അനുച്ഛേദ പ്രകാരം ഇനി ഒരു ഡീലിമിറ്റേഷൻ ബില്ല് 2027 വരുമ്പോൾ ഇന്നലത്തെ ബില്ല് പരാജയപ്പെടുത്തിയത് കൊണ്ട് കേരളത്തിന് സീറ്റുകൾ 14 കുറയും. ഈ ഇന്നലത്തെ ബില്ല് പാസ്സാക്കിയിരുന്നെങ്കിലോ കേരളത്തിന് സീറ്റ് 30 കൂടുമായിരുന്നു. എന്തുകൊണ്ടാണ്? വരുന്ന 850 സീറ്റുകൾ ആ വർധനവ് വരുമ്പോഴത്തേക്ക് നോർത്തിൽ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇന്നലെ പരാജയപ്പെടുത്തിയത്. ഉത്തർപ്രദേശിന് 140 കിട്ടും. അത്രേ. അതെങ്ങനെ ശരിയാവുന്നത്? 140 MP അവരുടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബില്ലുകളൊക്കെ BJP ഈസി ആയിട്ട് പാസ്സാക്കിയല്ലേ? അത് പറ്റില്ല എന്നും പറഞ്ഞാണ് ഇന്നലെ അവർ എതിർത്തത്. കേരളത്തിന് 30 MP ലഭിക്കുമായിരുന്നു. അതിൽ 10 സ്ത്രീകൾ. നിലവിലുള്ള സിംഹങ്ങളൊക്കെ സിംഹങ്ങളായിട്ട് അവിടെ ഇരിക്കാം. ഡൽഹിയിൽ ഇരിക്കുന്ന കുറെ പേരുണ്ടല്ലോ, 19 വാഴകൾ എന്ന് നമ്മൾ ഇടയ്ക്ക് വാത്സല്യത്തോടെ വിളിക്കാറുള്ളവർക്കൊക്കെ അവിടെ തന്നെ ഇരിക്കാം. വേറെ 10 സീറ്റ് ഉണ്ടാക്കി സ്ത്രീകളെ മത്സരിപ്പിക്കുമായിരുന്നു. അപ്പോഴും നമ്മുടെ ലോക്സഭ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 30 എന്ന സംഖ്യത്വമായിരുന്നു. പാസാക്കിയില്ല, തോപ്പിച്ചു. ആര് തോറ്റു? 20-ൽ നിന്നും 14-ലേക്ക് എത്താൻ പോകുന്നു. ആരാ തോറ്റത്? കേരളമാണോ തോറ്റത്? തമിഴ്നാടാണോ തോറ്റത്? തെലുങ്കാനയാണോ തോറ്റത്? നിങ്ങൾ ഇപ്പോഴും തോറ്റു. നോർത്തിലൊക്കെ ജനസംഖ്യ നിങ്ങളെക്കാൾ കൂടുതലായതുകൊണ്ട് ഡീലിമിറ്റേഷൻ വരുമ്പോൾ സിറ്റിംഗ് സീറ്റിന്റെ എണ്ണം കൂട്ടാൻ നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഉള്ള എണ്ണം പോകും. മര്യാദയ്ക്ക് സമ്മതിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് 10 സ്ത്രീകൾ അധികം അടക്കം നിങ്ങൾക്ക് സീറ്റ് കിട്ടിയേനെ. തമിഴ്നാടിന് കൂടുമായിരുന്നു, തെലുങ്കാനയ്ക്ക് കൂടുമായിരുന്നു, ഈ പറഞ്ഞ എല്ലാവർക്കും കൂടുമായിരുന്നു. ഇപ്പൊ ആർക്കാണ് ആ പഠിച്ച് കിട്ടിയത്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പുതിയ പാർലമെന്റ് മന്ദിരം പണിതിരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, 850 സീറ്റ് നോക്കി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് സമ്മേളനം ഇനി മൈതാനത്ത് വെച്ച് നടത്തുമോ? ഇനി വേണ്ടി സ്ഥലം എവിടാന്ന്? അല്ല, നിങ്ങൾ പുതിയ പാർലമെന്റ് മന്ദിരം ശരിക്ക് കണ്ടിട്ടില്ല? അതിനകത്ത് എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാമോ? ലോക്സഭയിൽ മാത്രം ഇരുന്ന് സംസാരിക്കാൻ MP 888 സീറ്റുണ്ട്. നിലവിൽ അത്ര MP ഇല്ല. പിന്നെ അതിന് അത്ര പണിത്? രാജ്യസഭയിലും 335 എന്തോ ഉണ്ട്. മൊത്തമായിട്ട് സംയുക്ത സമ്മേളനമൊക്കെ നടക്കുമ്പോൾ 1275 പേർക്ക് ആ പാർലമെന്റ് ഹാളിൽ കൂടാം. അതിനുള്ള എല്ലാ സൗകര്യവും അവര് വെച്ചിട്ടാണ് അവിടെ പണിതിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. BJP ഒരു കാര്യം ചുമ്മാ കൊണ്ടുവരില്ല. നിങ്ങളെപ്പോലെ വെറുതെ പ്രകടന പത്രിക അങ്ങ് പ്രസ്സിൽ പോയി കഴിഞ്ഞ വർഷത്തെ അങ്ങ് കോപ്പി അടിച്ച് ഇപ്പോഴും അങ്ങ് ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങ് വിതരണം ചെയ്യുക. അങ്ങനല്ല അവര്. അവരുടെ പ്രകടന പത്രികയിൽ അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള രാമക്ഷേത്രം അടക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ ബില്ല് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി ഡീലിമിറ്റേഷൻ വരും. മര്യാദയ്ക്ക് സീറ്റ് വർധനവ് പറഞ്ഞപ്പോൾ 850 സീറ്റ് മേടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഉള്ള പ്രാതിനിധ്യം പോയി കഴിഞ്ഞു. ജനസംഖ്യാ വർധനവ് ഒരു സൈഡിൽ ആൾക്കാർ നടപ്പിലാക്കിയപ്പോൾ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം മറ്റേ സൈഡിൽ നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയില്ലല്ലോ. അതുപോലെ അവരും നോക്കിയില്ല. നോർത്തിലും നടപ്പാക്കിയില്ല. ആർക്കും ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവരും കണക്ക് തന്നെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, മോദി സർക്കാർ ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. ആർട്ടിക്കിൾ 370 എടുത്തു കളയാൻ കഴിയില്ല എന്നൊക്കെ ചിലരുടെ നെഞ്ച് വിരിച്ച് പറഞ്ഞൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലം ഒന്ന് ഓർത്താൽ മതി. മോദിയോടുള്ള ഈ വെല്ലുവിളിയൊക്കെ അങ്ങ് മാറിക്കിട്ടും. അദ്ദേഹം കയറിയ സമയം മുതൽ ശ്രമിച്ചിട്ട് 12 വർഷം എടുത്തു. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് 2 പേര് എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്. ചുമ്മാ ഒന്നും കൊണ്ടുവരില്ല നരേന്ദ്രൻ. എല്ലാം ഇവിടെ സംഭവിക്കും. ഇന്നലത്തെ ബില്ല് പാസ്സായാലും പാസ്സായില്ലെങ്കിലും വിജയിക്കുന്നത് ഇനി അങ്ങോട്ട് BJP തന്നെ. തുറന്നു കാണുക പോളി ന്യൂസ്.